നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അതിനകത്ത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഒരു തിരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് കാണിക്കുന്ന BJP-ക്കാരെ കാണാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കള്ളക്കേസിൽ കുടുക്കി BJP-യെ താറടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കെ സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. കെ സുരേന്ദ്രൻ പറയുന്നത് കെ സുരേന്ദ്രനെ താറടിക്കുവാനുള്ള ശ്രമമാണ് അന്ന് നടന്നത്. അതായത് മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്താൻ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ ഇപ്പോൾ ആശ്വസിക്കുവാനുള്ള ഒരു ഭാഗം വന്നിരിക്കുന്നു. ഇതാ ഇപ്പോൾ കുറച്ചു മുമ്പ് കോടതിയിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റിന് ആശ്വസിക്കാം. സുരേന്ദ്രൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയാണ് വന്നിരിക്കുന്നത്. കേസ് നിലനിൽക്കില്ല എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയല്ല എന്നും സത്യം ജയിച്ചുവെന്നും പറഞ്ഞ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വന്നു. അദ്ദേഹം പറയുന്നത് ഒരു കേസിനെയും ഭയക്കുന്നില്ല. കേസിന് പിന്നിൽ CPIM-ഉം കോൺഗ്രസും ലീഗും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് നടത്തിയിരിക്കുന്നത്. കാരണം തന്നെ കള്ളക്കേസിൽ ഇങ്ങനെ കുടുക്കി BJP-യെ താറടിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കോൺഗ്രസും CPIM-ഉം മുസ്ലിം ലീഗും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചതിനാൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്യ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് അയാളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടി 2.5 ലക്ഷം രൂപയിൽ സ്മാർട്ട് ഫോണും നൽകി എന്നുള്ളതാണ് കേസ്. മാത്രമല്ല ഭീഷണിപ്പെടുത്തൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് തേഞ്ഞുമാഞ്ഞു പോയത് എന്നുള്ളത്, മൊഴികളിലെ വൈരുദ്ധ്യമടക്കം, സുന്ദര എന്തുകൊണ്ടാണ് മൊഴി മാറ്റിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കോടതി പറഞ്ഞ പോലെ കോടതി പറയുന്നതാണ് ശരി. ആ കേസിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു കേസിലെ 1-ാം പ്രതി. BJP-യുടെ ജില്ലാ സെക്രട്ടറിയുള്ള കെ മണികണ്ഠ റേ എന്ന് പറയപ്പെടുന്ന വ്യക്തി 2-ാം പ്രതിയും സുരേഷ് നായിക് 3-ാം പ്രതികളുമായിരുന്നു. യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷററായിട്ടുള്ള സുനിൽ നായിക് ആയിരുന്നു 4-ാം പ്രതി. BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കെ ബാലകൃഷ്ണ ഷെട്ടി, ലോകേഷ് നോട്ട എന്നിവർ 5-ഉം 6-ഉം പ്രതികളായിരുന്നു. ഈ പ്രതികളെല്ലാവരും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവരെ എല്ലാവരെയും ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? വെറുതെ വിട്ടിരിക്കുന്നു, കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. കാരണം ഇവരാരും തെറ്റ് ചെയ്തിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ജയിക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയതായിരുന്നു അന്ന് ഈ കെ സുരേന്ദ്രൻ. പക്ഷെ സുരേന്ദ്രനെ തോൽപ്പിച്ചതിന് പിന്നിൽ സുരേന്ദ്രന്റെ പേരിനോടൊപ്പം ചേർച്ചയുള്ള സുന്ദരയ്ക്കും അങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് സുന്ദരയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകി പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവസാനം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. പക്ഷെ ആ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേസ് തള്ളിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് അത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിധി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന് ഇനി കുറച്ചു കാലം ആശ്വാസം.